നമുക്കിനി ആ വിശദമായി മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകുകയാണെങ്കിൽ സംസ്ഥാനത്താകമാനം ഇതുവരെ വന്ന കണക്കുകൾ പ്രകാരം എത്ര ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 64.40% ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ആകെ പോളിംഗ് ശതമാനം. അത് 5 മണിക്ക് വന്ന കണക്കാണ്. അതിനുശേഷം പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അതിൽ ഏകദേശം 69% എന്നുള്ളൊരു കണക്കിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. 69.04% ആകെ കേരളത്തിലെ പോളിംഗ് പെർസെന്റേജ് രേഖപ്പെടുത്തുകയാണ്. ഇനി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കുകളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം മണ്ഡലമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. 67.62% പോളിംഗ് ആണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്ന ആദ്യഘട്ടം മുതൽ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ 67.62% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം കടന്ന അടുത്ത ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ ഒരു MP, ഒരു കേന്ദ്രമന്ത്രി, ഒരു MLA, അങ്ങനെ ആ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ആറ്റിങ്ങലിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് 65.33% ആറ്റിങ്ങിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകൾ. അടുത്തത് ആറ്റിങ്ങൽ കടന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ കൊല്ലത്ത് വളരെ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. കൊല്ലം തിരിച്ചുപിടിക്കാൻ M. മുകേഷ് എന്ന സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണി ഇറക്കിയത്. അപ്പോൾ MLA എന്നുള്ള നിലയിലുള്ള സ്വാധീനം ഇടതുമുന്നണിക്ക് വലിയ കരുത്തേകും പാർലമെന്റിൽ എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 65.33% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം കടന്ന പത്തനംതിട്ടയിലേക്ക് അടുത്ത ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയ്ക്ക് മുൻപ് മാവേലിക്കരയുടെ വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ദീർഘനാളുകളായി ലോക്സഭയെ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. ഈ ഒരു UDF മണ്ഡലം എന്ന വിശേഷണം പറഞ്ഞാൽ പോലും അത് അധികമായി പോകില്ലാത്തൊരു മണ്ഡലത്തിൽ CPIയുടെ മണ്ഡലമായിരുന്നു ഇത്തവണ മാവേലിക്കര. അരുൺകുമാർ എന്ന താരതമ്യേന ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഇടതുപക്ഷം നടത്തുമ്പോൾ ആ മാവേലിക്കര മണ്ഡലത്തിൽ 64.27% പോളിംഗ് ആണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാവേലിക്കര കഴിഞ്ഞ് അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുകയാണ്. അത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 62.03% വോട്ടിംഗ് രേഖപ്പെടുത്തുകയാണ്. പത്തനംതിട്ട വളരെ വലിയ മത്സരം നടന്ന മണ്ഡലമാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം. തോമസ് ഐസക് നാളുകളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം ഇതൊക്കെ ഏത് നിലയിൽ അവിടെ പ്രതിഫലിച്ചു എന്നറിയില്ല. ആന്റോ ആന്റണി ഒപ്പം തന്നെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഇതൊക്കെ വലിയ തരത്തിൽ ആ മണ്ഡലത്തെ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ പത്തനംതിട്ടയിൽ 62.03% പോളിംഗ് ആണ് ഇതിനോടകം നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം രേഖപ്പെടുത്തുന്നത്. പത്തനംതിട്ട കഴിഞ്ഞ് പത്തനംതിട്ട എന്ന മലയോര സ്വഭാവമുള്ള മണ്ഡലം കടന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. അത് ആലപ്പുഴയാണ്. ആലപ്പുഴ നമുക്കറിയാവുന്നതുപോലെ തന്നെ നിലവിൽ CPIMന്റെ ഏറ്റവും ഒരേ ഒരു സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥി AM ആരിഫ് ജയിച്ച ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണയും ആരിഫിലൂടെ തന്നെ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് CPIMന്റെ പ്രതീക്ഷയെങ്കിൽ KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവിനെ മണ്ഡലത്തിലേക്ക് ഇറക്കുകയാണ് കോൺഗ്രസ് UDF. അങ്ങനെ ആ ആലപ്പുഴ മണ്ഡലം ശക്തമായ മത്സരത്തെ നേരിടുമ്പോൾ ശോഭാ സുരേന്ദ്രനായിരുന്നു BJP സ്ഥാനാർത്ഥി. 70.90% പോളിംഗ് ആണ് ആലപ്പുഴ മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നത്. ദേശീയ നേതാക്കൾ അടക്കം വന്ന് പ്രചാരണം നടത്തിയ മണ്ഡലമാണ്. ആലപ്പുഴ കടന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അത് കേരള കോൺഗ്രസുകളുടെ മത്സരം എന്ന നിലയിലാണ് ഇത്തവണ ശ്രദ്ധിക്കപ്പെട്ടത്. കോട്ടയത്ത് 64.14% പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. മുൻപ് ഈ കോട്ടയത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, പല മണ്ഡലങ്ങളിൽ പല ബൂത്തുകളിലും ഉച്ചയ്ക്ക് ശേഷം ആളുകൾ തന്നെ തീരെയില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ലോക്സഭാ മണ്ഡലമായി കോട്ടയം മാറുകയും ചെയ്യുന്നുണ്ട്. 64.14% ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കോട്ടയത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി കോട്ടയം കഴിഞ്ഞ് അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കോട്ടയത്തിന്റെ മറ്റു ചില സവിശേഷതകൾ കൂടി പറയുകയാണ്. ഈ റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം കൂടിയായിരുന്നു കോട്ടയം. ഇനി ഇടുക്കിയാണ്. ഇടുക്കിയിൽ 64.57% പോളിംഗ് ആണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരം രേഖപ്പെടുത്തിയത്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ ജോസൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് പോളിംഗ് ശതമാനം ഇതിനും ഒരുപാട് ഉയരാൻ സാധ്യതയുണ്ട്. വളരെ ആവേശത്തോടെ ജനങ്ങൾ ബൂത്തിലേക്ക് എത്തിയ ഒരു മണ്ഡലമാണ് ഇടുക്കി എന്ന് ജോസൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
രണ്ടുപേർ, അതായത് ഡീൻ കുര്യാക്കോസും ഡീൻ കുര്യാക്കോസിനൊപ്പം തന്നെ ഈ മത്സരത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേരും 2 തവണയായി പാർലമെന്റിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ വീണ്ടും അവർ ഒരുമിച്ച് മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകത ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ആ ഇടുക്കിയിൽ 64.57% വോട്ട് രേഖപ്പെടുത്തുന്നു. ജോയിസ് ജോർജാണ് ഡീൻ കുര്യാക്കോസിന്റെ എതിരാളിയായി അവിടെ മത്സരിക്കുന്നത്. എറണാകുളം ലോക്സഭാ മണ്ഡലം 65% പോളിംഗ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എറണാകുളം കോൺഗ്രസ് മണ്ഡലത്തിന്റെ എല്ലാ സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ ബാലികേറാമലയല്ല LDFന് എന്ന മുൻപ് ഒരുപാട് തവണ, ഒന്നിലധികം തവണ തെളിയിച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം. അവിടുത്തെ സിറ്റിംഗ് MP ഹൈബി ഈഡൻ തന്നെ എറണാകുളത്ത് മത്സരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഒന്നുണ്ടായിരുന്ന MP കൂടിയായിരുന്നു ഹൈബി ഈഡൻ. അപ്പോൾ ഹൈബി ഈഡനിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാനായി ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് LDF അവിടെ ഇറക്കിയത്. ഷൈൻ ടീച്ചർ എന്ന KJ ഷൈനിലൂടെ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ, പഴയകാല ചരിത്രം ആവർത്തിക്കാൻ LDF അവിടെ തയ്യാറാകുമ്പോൾ എറണാകുളത്തും താരതമ്യേന കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം അത് 65% പോളിംഗ് ആണ്. ഇനി എറണാകുളം കഴിഞ്ഞ് അടുത്ത ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുന്നു. അത് ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ 69% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടിയിലും വളരെ വലിയ മത്സരം നടന്ന മണ്ഡലമാണ്. C രവീന്ദ്രനാഥിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലം. 69% പോളിംഗ് ചാലക്കുടിയിൽ രേഖപ്പെടുത്തുന്നു. ചാലക്കുടി കഴിഞ്ഞ് അടുത്ത ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അത് തൃശ്ശൂരാണ്. ത്രികോണ പോരാട്ടം എന്ന പ്രതീതി അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന തൃശ്ശൂർ, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം. അവിടെ 68.5% പോളിംഗ് ആണ് ഇതിനോടകം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം V മുരളീധരൻ, VS സുനിൽകുമാർ, ഒപ്പം തന്നെ സുരേഷ് ഗോപി എന്നിവർ അവിടെ നേർക്കുനേർ ഏറ്റുമുട്ടിയ മണ്ഡലമാണ്. തൃശ്ശൂർ കഴിഞ്ഞ് അടുത്ത മണ്ഡലം ആലത്തൂരാണ്. 68% പോളിംഗ് ആലത്തൂരിൽ രേഖപ്പെടുത്തുന്നു. രമ്യ ഹരിദാസിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ K രാധാകൃഷ്ണൻ എന്ന ഏറ്റവും ജനകീയനായ CPIM നേതാവിനെ ഇടതുപക്ഷം രംഗത്തിറക്കുമ്പോൾ ആലത്തൂരിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം 68%. അടുത്തത് പരിശോധിക്കുന്നത് പാലക്കാടാണ്. 69.45% മണ്ഡലം തിരിച്ചുപിടിക്കുക. VK ശ്രീകണ്ഠനിൽ നിന്നും വലിയ ഉത്തരവാദിത്തം LDF ഏൽപ്പിച്ചിരിക്കുന്നത് A വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തെയാണ്. അവിടെ ശക്തമായ മത്സരത്തിനൊടുവിൽ 69.45% പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. പൊന്നാനിയാണ്. 63% വോട്ടിംഗ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന വിശേഷണമുള്ള മണ്ഡലം കൂടിയാണ് പൊന്നാനി. അവിടെ 63% മാത്രം പോളിംഗ് രേഖപ്പെടുത്തിയത്. ആർക്ക് അനുകൂലമാകും, ആർക്ക് തിരിച്ചടിയാകും എന്നുള്ള കണക്കുകൂട്ടൽ മുന്നണികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടാകണം. 63% മാത്രം. മലപ്പുറത്തേക്ക് പോകുമ്പോൾ 67.12% മുസ്ലിം ലീഗിൽ നിന്നും കോട്ട തിരിച്ചുപിടിക്കാൻ B വസീഫ് എന്ന യുവജന നേതാവിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കുന്നു. അവിടെ 67.12% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം കഴിഞ്ഞ് കോഴിക്കോടേക്ക് എത്തുന്നു. 68.86% പോളിംഗ് രേഖപ്പെടുത്തുന്നു. വലിയ മത്സരം നടന്ന, ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്ന മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. ഇളമരം കരീം എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രചാരണം നടത്തിയ മണ്ഡലം, ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്തു പോയ മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. അവിടെ 68.86% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മണ്ഡലത്തിലേക്ക് പോകുകയാണ്. കോഴിക്കോട് കടന്ന് ഇനി നമ്മൾ പരിശോധിക്കുന്നത് വയനാടാണ്. ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം. 69.69% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. CPI ആണ് അവിടെ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത്. ആനി രാജ എന്ന ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം. അവിടേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടി എത്തുന്നു. 69.69% ആരെ തുണയ്ക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളിലേക്ക് മുന്നണികൾ കടന്നിട്ടുമുണ്ട്. വയനാട് കഴിഞ്ഞ് അടുത്ത ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. അത് വടകരയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശക്തമായ പ്രചാരണം നടന്ന മണ്ഡലം. അത് മണ്ഡലത്തിനുള്ളിലും സൈബർ ഇടത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 69.04% 2 MLAമാർ ഏറ്റുമുട്ടുന്നു. KK ശൈലജ ടീച്ചർ, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ എന്നീ 2 MLAമാർ ഏറ്റുമുട്ടിയ വടകര മണ്ഡലത്തിൽ 69.04. അതൊരു ഭേദപ്പെട്ട പോളിംഗ് ശതമാനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് വടകര. കണ്ണൂരിൽ 71.45% K സുധാകരൻ എന്ന KPCC അധ്യക്ഷനെ ജയരാജൻ എന്ന ജനകീയനായ നേതാവ് നേരിടുന്ന മണ്ഡലം. കണ്ണൂരിൽ 71.45%
പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്ത മണ്ഡലം കാസർഗോഡ് 70.37. AV ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള കാസർഗോഡ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന സിറ്റിംഗ് MP ആണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അവിടെ 70.37%. അങ്ങനെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലുമുള്ള സമഗ്ര ചിത്രം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ നിലയിലാണ് കേരളത്തിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ, ഈ കണക്കുകൾ അന്തിമമല്ല. ഇത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് അറിയിച്ച കണക്കുകളാണ്. ഇതിനുശേഷം അന്തിമ ചിത്രം ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ചെറിയ വ്യത്യാസം മണ്ഡലങ്ങളിൽ ഉണ്ടാകാം. എന്നാലും ഏറെക്കുറെ 70% അല്ലെങ്കിൽ ഒരു 72% വരെ പോളിംഗ് ശതമാനം കേരളത്തിൽ ആകമാനം എത്താനുള്ള സാധ്യതയാണ്. കഴിഞ്ഞ തവണ അത് 79 ആയിരുന്നു. പക്ഷേ 2019 ട്രെൻഡിലേക്ക് ഇത്തവണ കേരളം എത്തുന്നില്ല.